ഗസയിലെ നരനായാട്ടിൽ പ്രതിഷേധിച്ച് ഇസ്രായേലി കപ്പലുകൾക്ക് പ്രവേശനം നിരോധിച്ച് മലേഷ്യ. പലസ്തീനികൾക്കെതിരായ ഇസ്രായേലിന്റെ നടപടികളോടുള്ള പ്രതികാരമായിട്ടാണ് നിരോധനമെന്ന് പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത്. പലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ കൂട്ടക്കൊലയും ക്രൂരതയും നടത്തുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇസ്രായേൽ പതാക ഘടിപ്പിച്ച കപ്പലുകൾ ഇനി മുതൽ രാജ്യത്തെ തുറമുഖങ്ങളിൽ പ്രവേശിപ്പിക്കില്ല. ഇസ്രായേലിലേക്കുള്ള കപ്പലുകളിൽ മലേഷ്യൻ തുറമുഖങ്ങളിൽ നിന്ന് ചരക്ക് കയറ്റുന്നതിനും നിരോധനം ബാധകമാണ്. ഈ നിയന്ത്രണങ്ങൾ ഉടനടി പ്രാബല്യത്തിൽ വരുമെന്നും പ്രസ്താവനയിൽ അറിയിച്ചു. അതിനിടെ ചെങ്കടൽ വഴി ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകൾ യമനിലെ ഹൂതി സംഘം ആക്രമിക്കുന്നത് തുടരുകയാണ്. തുടർച്ചയായുള്ള ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടലിലേക്കുള്ള ചരക്കുനീക്കം താൽക്കാലികമായി നിർത്തിവെച്ചു. ഇതുവഴിയുള്ള കപ്പലുകളുടെ സംരക്ഷണത്തിന് പുതിയ സേന രൂപവൽക്കരിക്കാനുള്ള നീക്കത്തിലാണ് അമേരിക്കയും മറ്റു രാജ്യങ്ങളും. ഹൂതി വിമതർ ചരക്കു കപ്പലുകൾക്ക് നേരെ ആക്രമണം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് ഈ ഇടപെടലെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോസ് ഓസ്റ്റിൻ അറിയിച്ചിരിക്കുന്നത്. കൂട്ടായ നടപടി ആവശ്യമായ അന്താരാഷ്ട്ര വെല്ലുവിളിയാണ് ഇപ്പോൾ നേരിടുന്നതെന്ന് ഓസ്റ്റിൻ വ്യക്തമാക്കി. അതിനാൽ ഓപ്പറേഷൻ പ്രോസ്പെരൻ ഗാർഡിയൻ എന്ന സേനയ്ക്ക് രൂപം നൽകുകയാണെന്നും അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കുകയും ചെയ്തു. UK, ബഹ്റൈൻ, കാനഡ, ഫ്രാൻസ്, ഇറ്റലി, നെതർലൻഡ്, നോർവേ, സ്പെയിൻ എന്നീ രാജ്യങ്ങളാണ് സഖ്യത്തിൽ ചേരുന്ന രാജ്യങ്ങൾ. കൂട്ടായ്മയിലെ ചില രാജ്യങ്ങൾ ചെങ്കടലിലും ഏഡൻ ഉൾക്കടലിലും സംയുക്ത പട്രോളിംഗ് നടത്തും. മറ്റു രാജ്യങ്ങൾ ആവശ്യമായ ഇന്റലിജൻസ് പിന്തുണ നൽകും. ചെങ്കടലിലെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ 2022 ഏപ്രിലിൽ രൂപം നൽകിയ കമ്പൈൻഡ് ടാസ്ക് ഫോഴ്സ് 153 ആയിരിക്കും ദൗത്യം ഏകോപിപ്പിക്കുക. കമ്പൈൻഡ് ടാസ്ക് ഫോഴ്സിന്റെ 39 രാജ്യങ്ങളാണ് ഉള്ളത്. ഹൂതി ആക്രമണം നേരിടാൻ അമേരിക്കൻ യുദ്ധക്കപ്പലുകളായ USS കാർണി, USS സ്റ്റെതം, USS മാസൺ എന്നിവ ചെങ്കടലിൽ പട്രോളിംഗ് നടത്തുന്നുണ്ട്. എന്നാൽ ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതുവരെ ഇസ്രായേലുമായുള്ള ബന്ധം കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണം നിർത്തില്ലെന്നും യമനിലെ ഹൂതി വിമതർ അറിയിച്ചിട്ടുണ്ട്. അമേരിക്ക പുതിയ സേന പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഹൂതികളുടെ പ്രതികരണം തുടങ്ങിയത്. മുഴുവൻ രാജ്യങ്ങളെയും അണിനിരത്തുന്നതിൽ അമേരിക്ക വിജയിച്ചാലും തങ്ങളുടെ സൈനിക നടപടി നിർത്തില്ലെന്ന് മുതിർന്ന ഹൂതി പ്രതിനിധിയായ മുഹമ്മദ് അൽ ബുഖാരി പറഞ്ഞു. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഇതിൽ മാറ്റമില്ലെന്നും അദ്ദേഹം എക്സിൽ വ്യക്തമാക്കി. ഗസയിലെ ഇസ്രായേൽ കുറ്റകൃത്യങ്ങൾ അവസാനിപ്പിക്കുകയും മരുന്നും ഭക്ഷണവും ഉൾപ്പെടെയുള്ള അവശ്യവസ്തുക്കൾ ദുരിതത്തിൽ കഴിയുന്ന ജനങ്ങൾക്ക് ലഭിക്കുകയും ചെയ്താൽ മാത്രമേ തങ്ങൾ ആക്രമണം നിർത്തുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ 12-ലധികം ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു.